എടി എണ്ണം കേട്ടവളെ, എഴുന്നേക്കണി അങ്ങോട്ടേക്ക്. നീ ഇതുവരെ നേരം വെളുത്ത് അറിഞ്ഞില്ലേ? ദേ മര്യാദയ്ക്ക് കണ്ടിട്ട് അടുക്കള കയറിക്കോ, അല്ലെങ്കിൽ ചൂട് വെള്ളം കൊണ്ട് ഞാൻ മുഖത്തോട്ട് ഒഴിക്കും. ഞാൻ അവള് കിടന്ന് ഉറങ്ങുന്നു. വയ്യാത്തോണ്ട് അമ്മായി, നല്ല വയറുവേദന. ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നോട്ടെ. അവളുടെ ഒരു വയറുവേദന. നിന്റെ നാടകമൊക്കെ നിന്റെ കയ്യിലങ്ങ് വെച്ചിരുന്നാ മതി. വേഗം എന്നിട്ട് അടുക്കള കയറാൻ നോക്ക്. കറക്റ്റ് സമയത്ത് മേശപ്പുറത്ത് ഫുഡ് കണ്ടേക്കണം, പറഞ്ഞേക്കാം. അവളുടെ ഒരു ഉടായി പോയിട്ട് എന്റെ അടുത്തോട്ട്. എന്റെ കർത്താവെ, വയറ് വേദനിച്ചിട്ട് എനിക്ക് വയ്യല്ലോ. ഇനിയും കിടന്ന അമ്മായി എന്നെ കൊല്ലും. മോളെ, നീ വയ്യാതെ രാവിലെ തന്നെ എണീറ്റോ? നിനക്ക് കുറച്ചു നേരം കൂടി അങ്ങ് കിടന്നുകൂടായിരുന്നോ? ആ, നല്ല കഥയെ വെല്ലുമിച്ചി. എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെന്നെ ചുട്ടുകൊല്ലാൻ. ഒന്നുമല്ലേലും നിന്റെ അമ്മയ്ക്കും നിനക്കും അവകാശപ്പെട്ട മണ്ണാ ഇത്. നിന്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ. അവൻ മരിക്കുമ്പം എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: അവളെ നിന്നെ പൊന്നു പോലെ നോക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ആക്സിഡന്റ് രൂപത്തിൽ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചില്ലേ. നീ മാത്രം ബാക്കിയായി. എല്ലാം വിധിയെ വെല്ലുമ്പിച്ചി. ഇല്ലെങ്കിൽ ദൈവം എന്നെ മാത്രം മിച്ചം വെക്കുമോ? എനിക്കെന്തായാലും ഒരു സന്തോഷമുണ്ട്, വെല്ലുമ്പിച്ചെങ്കിലും എൻ്റെ സപ്പോർട്ടിനുണ്ടല്ലോ ഇവിടെ. മോളെ, ഇന്നലെ അവള് നിനക്കൊന്നും കഴിക്കാൻ തന്നില്ലല്ലോ. മോക്ക് വിശക്കുന്നില്ലേ? താ, അവള് കാണാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ. മോളിത് വേഗം കഴിച്ചോ. അയ്യോ, എനിക്കൊന്നും വേണ്ട വെല്ലുമ്മച്ചി. ഇനി അവരതും കണ്ടുകൊണ്ട് വന്നാൽ മതി. വെല്ലുമ്മച്ചി എന്തിനാ വെറുതെ വഴക്ക് മേടിച്ച് വയ്ക്കുന്നേ? എനിക്ക് വിശക്കണമൊന്നുമില്ല. എനിക്കിപ്പം ശീലമായി. എൻ്റെ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് ഭയങ്കര ക്രൂരയാ. ചില സമയം തോന്നും നിനക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പൊക്കൂടെന്ന്. അത്രയ്ക്കും മനസാക്ഷി ഇല്ലാതെയല്ലേ അവള് നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പട്ടിണിക്കിടുവാന്ന് വെച്ചാ അതിലും വലിയ ദ്രോഹം ഉണ്ടോ മോളെ? എന്ത് ചെയ്യാനാ? എൻ്റെ മകന്റെ ഭാര്യയ്ക്ക് ഒരു തുള്ളി സ്നേഹം അവന്റെ സഹോദരന്റെ മകളോട് ഇല്ലാതെ പോയി. ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ വെല്ലുമ്മച്ചി? എനിക്ക് ചെന്ന് കയറാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. പിന്നെ +2 വരെ പഠിക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. അതും വെച്ച് എനിക്ക് എവിടെ ജോലി കിട്ടാനാ? എനിക്ക് ഇവിടെ ആട്ടും തുപ്പും സഹിച്ച് ജീവിതം ഒടുങ്ങാനാ വെല്ലുമ്മച്ചി എൻ്റെ യോഗം. മോള് വിഷമിക്കാതെ, എല്ലാത്തിനും കർത്താവ് തമ്പുരാൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. നീ ഇതുവരെ ചായ എടുത്ത് കഴിഞ്ഞില്ലേടി? വെല്ലുമ്മച്ചി, ഞാൻ അമ്മായിക്ക് ചായ കൊണ്ട് കൊടുക്കട്ടെ? വെല്ലുമ്മച്ചി ചെല്ല. അമ്മായി, ചായ. എന്തൊരു ചൂടാടി ഇത്! നിനക്കൊന്ന് ആറ്റിക്കൊണ്ട് വന്നൂടെ? പിന്നെ നിനക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇപ്പം വയസ്സ് 19 ആയില്ലേ. നീ ഇവിടെ പുര നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പിന്നെ നിനക്ക് എന്നീ അടുക്കളയിൽ അങ്ങ് കിടന്നാ മതിയോ? ഇവിടെ നിന്നൊരു മോചനമൊക്കെ വേണ്ടേ? കാര്യം നീ എൻ്റെ സഹോദരന്റെ മകളൊക്കെ ആണെങ്കിലും ആ ഒരു പരിഗണന ഞാൻ നിനക്ക് തന്നിട്ടില്ല. അതുള്ളത് നേര് തന്നെയാ. അപ്പം ഞാൻ നിനക്കൊരു നല്ലൊരു ജീവിതം കണ്ടുപിടിച്ചിട്ടുണ്ട്. അമ്മായി, എനിക്ക് എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഞാനിവിടെ വെല്ലുമ്മച്ചിയുടെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം. ആ, അത് കൊള്ളാം. ചെക്കൻ ആരാണെന്ന് പറഞ്ഞാലേ നീ ഇപ്പൊ കല്യാണം വേണ്ടെന്നേ പറയത്തില്ല. അത്രയ്ക്ക് നല്ല സൗഭാഗ്യല്ലേ നിന്നെ തേടി വന്നേക്കുന്നേ. അതേതാ ക്ലാരെ, ഞാൻ അറിയാത്തൊരു കാര്യം. ഇവൾക്ക് ഇന്നേ വരെ ഒരു കല്യാണാലോചന വന്നെന്നുള്ള കാര്യം നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ വെല്ലുമ്മച്ചിയോട് പറയാൻ വിട്ടുപോയതാ. വെല്ലുമ്മച്ചി പയ്യനെ അറിയും. നമ്മുടെ അമ്പോറ്റി തറവാടില്ലേ, അമ്പോറ്റി തറവാട്ടിലെ അരുണിന്റെ ചേട്ടൻ അനന്തു, ഗിരിജയുടെ മൂത്ത മകൻ, അവനാ പയ്യൻ. ഏത്? ആ UK-യിലുള്ള പയ്യനോ? നമ്മുടെ താരമോളെ കെട്ടാൻ പോണ ചെക്കന്റെ ചേട്ടനല്ലേ അത്? ആ പയ്യൻ അതിന് ജാനുമോളെ കണ്ടിട്ടുണ്ടോ? ജാനുക്കുട്ടീനെ അവന് ഇഷ്ടാവോ? അവന് നല്ല പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പയ്യനല്ലേ. അവനെങ്ങനെ നമ്മുടെ ജാനൂട്ടീനെ? നീ ഇത് പറയുന്നത് നേരാണോ ക്ലാരെ? പിന്നല്ലാതെ ഈ ജാതിയിലും മതത്തിലൊക്കെ എന്തിരിക്കുന്നു? ഇവളുടെ ചത്തുപോയ തള്ള ഹിന്ദു അല്ലായിരുന്നോ? അപ്പൊ പിന്നെ ഇവൾക്ക് ഹിന്ദുവിനെ കെട്ടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, താരമോളെ എന്ന് പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ അവര് കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തില് പയ്യന്റെ അമ്മയ്ക്ക് ഇവളെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് അവരാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഞാനും പിന്നെ ഒന്നും ആലോചിച്ചില്ല, വാക്ക് കൊടുത്തു അവർക്ക്. എനിക്ക് എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. വെല്ലുമ്മച്ചി, വെല്ലുമ്മച്ചി എങ്കിലും അമ്മായിയോടൊന്ന് പറയും.
പിന്നെ എന്നും ഇവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കാന്നാണ് നിന്റെ വിചാരം? നിന്നെ ഇത്രയും കാലം തീറ്റി പോറ്റിയത് തന്നെ മഹാഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. വേഗം എത്രയും പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കാൻ നോക്കൂ നീ. വല്യമ്മച്ചി, അനന്തുവേട്ടൻ എന്നെ ഇഷ്ടാവോ? അതും ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പയ്യൻ. എനിക്ക് എനിക്ക് അതിന് മാത്രം എന്ത് യോഗ്യതയാണ് വല്യമ്മച്ചി ഉള്ളത്? എന്റെ മോളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? എന്റെ ജാനുട്ടി സുന്ദരിയല്ലേ? പിന്നെ ഇത്രയും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നിട്ട് ക്ലാരി അതിന് സമ്മതിക്കുമെന്നൊക്കെ വെച്ചാ ഇതിലെന്തോ ഉണ്ടല്ലോ. അവൾ ഒന്നും കാണാതെ അവർക്ക് വാക്ക് കൊടുക്കത്തില്ല. അതാ വല്യമ്മച്ചി എനിക്കും മനസ്സിലാവാത്തത്. എന്നെ പോലെ ഒരു പെൺകുട്ടിയെ അവരാ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കുമോ? അവർക്ക് ഇതിലും നല്ല പെൺകുട്ടികളെ കിട്ടില്ല വല്യമ്മച്ചി. പിന്നെന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. സൂക്ഷിക്കണം മോളെ, ഇതിലെന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ കർത്താവ് തമ്പുരാൻ അറിയാതെ ഒരു ഈച്ച പോലും പറക്കുകയില്ല. മോള് ധൈര്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. അമ്മേ, എന്തായി? അവള് കല്യാണത്തിന് സമ്മതിച്ചോ? അല്ലേലും അവളുടെ സമ്മതം ആർക്ക് വേണം മോളെ? ഞാൻ കാര്യങ്ങളങ്ങ് തീരുമാനിക്കും, അതങ്ങ് നടത്തും. അല്ലമ്മേ, അവൾക്ക് വല്ല സംശയവും തോന്നി കാണുമോ? ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് അവളെ പോലെ ഒരു പെണ്ണിന്റെ ഒരു ആലോചന വന്നെന്ന് പറയുമ്പം, പ്രത്യേകിച്ച് അമ്മ അതിന് സമ്മതിച്ചെന്ന് പറഞ്ഞപ്പം അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നാതിരിക്കില്ലല്ലോ. എന്തായി? വല്ലതും നടക്കുവോ? എവിടുന്ന്? അതിന് മാത്രമുള്ള ബുദ്ധി ഒന്നേ അവൾക്കില്ല. പിന്നെ ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞെട്ടിത്തെറിച്ച് നിൽക്കുമല്ലേ തമ്പുരാട്ടി. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ടത് വല്യമ്മച്ചിക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിലാ. വല്യമ്മച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാണ്ടല്ലോ എല്ലാ പരിപാടിയും തീർന്നു. പിന്നെ നമ്മുടെ ഒരു പദ്ധതി നടക്കാൻ പോണില്ല. എല്ലാം എൻ്റെ അരുണേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം അമ്മേ. ഏട്ടനെന്ന് വെച്ചാ അരുണേട്ടന് ജീവനാ. ഏട്ടന്റെ കല്യാണം കഴിയാതെ എന്തായാലും അരുണേട്ടന്റെ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. ഇതിപ്പോ എത്ര നാളാന്ന് വെച്ചാ കാത്തിരിക്കുക. എന്തായാലും ഇങ്ങനെ വന്നൊരു സൗഭാഗ്യത്തെ എന്തായാലും തള്ളിക്കളയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവളെ പോലെ ഒരുത്തി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെ സമ്മതിക്കുന്ന താരമോളെ? അതേപോലെയല്ലേ ആ പയ്യന്റെ ജാതകം? ആ പയ്യന്റെ ജാതകത്തില് അവന്റെ ആദ്യത്തെ ഭാര്യ 7 മാസത്തിനുള്ളിൽ മരണം അടയുന്ന എഴുതിയിരിക്കുന്നത്. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് അവനൊരു പെണ്ണിനെ കിട്ടുമോ? നല്ല കുടുംബം പോട്ടെ, ഏതെങ്കിലും സാധാരണ കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കൊടുക്കുവോ? എല്ലാവർക്കും ജീവനല്ലേ കൊതി. സ്വത്തും പണം ഉണ്ടായിട്ട് എന്താ കാര്യം? 7 മാസം കഴിയുമ്പോഴത്തേനും ജീവൻ പോയാൽ പിന്നെ അത് അനുഭവിക്കാൻ യോഗമുണ്ടോ? പിന്നെ എങ്ങനെ അവന് പെണ്ണിനെ കിട്ടണത്? ആദ്യമായിട്ടാ ഇവളെ കൊണ്ടൊരു ഗുണം ഉണ്ടാവണത്. ഇവിടെ ഇവളെ പോലെ ഒരുത്തി ഉള്ളത് കൊണ്ടേ എന്തുകൊണ്ട് ഗുണം തന്നെ അമ്മേ നമുക്ക്. അവളുള്ളത് കൊണ്ടല്ലേ നമ്മളിപ്പോ രക്ഷപ്പെട്ടത്. അനന്തുവേട്ടന്റെയും അവളുടെയും കല്യാണം നടത്തുന്ന അതേ പന്തലില് എന്റെ അരുണേട്ടന്റെയും കല്യാണം. അത് കഴിഞ്ഞ കറക്റ്റ് 7 മാസം. 7 മാസം കഴിഞ്ഞ അവളുടെ കഥ ഡിം. ഈ കല്യാണത്തോടു കൂടി എന്നേക്കും അവളുടെ ശല്യം അങ്ങ് ഒഴിവാവും. പിന്നെ ഈ വീടിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വരാനേ അവകാശികൾ ഉണ്ടാവില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലുവേ അവളെന്റെ സഹോദരന്റെ മകളാ. അവൾക്കും കൂടെ അവകാശപ്പെട്ട മണ്ണാ ഇത്. എന്നെങ്കിലും ഒരു കാലത്ത് അവകാശം ചോദിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല. ഈ കല്യാണത്തോടു കൂടി എല്ലാത്തിനും തീരുമാനമാവും. അവളുടെ ശല്യവും ഇല്ല. പിന്നെ എന്റെ മോൾക്ക് റാണിനെ പോലെ അവിടെ ജീവിക്കുകയും ചെയ്യാം. അമ്മ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചോണം. അവൾ എന്തെങ്കിലും ഇടഞ്ഞു നിന്നാ പിന്നെ ഒരു പ്ലാനും നടക്കത്തില്ല നമ്മുടെ. അവള് സമ്മതിക്കും. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. രൂപ 1-2 ലക്ഷമല്ല, 20 ലക്ഷം അവർ എണ്ണി തരാന്ന് പറഞ്ഞത്. അത് കളഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് വില കൊടുത്തും ഞാൻ അവളെ കല്യാണത്തിന് സമ്മതിപ്പിക്കും. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.